ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ആൻഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലെ പെരുമാനിക്കരി എന്നൊരു പാടത്താണ്. പെരുമാനിക്കരി പാടം ഒരു വലിയൊരു പാടമാണ്. ഇപ്പോൾ കതിര് വിളഞ്ഞ് കൊയ്യാറായി നിൽക്കുന്നൊരു പാടമാണ്, കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാലിൻ്റെ പറക്കുഴിയിൽ നമ്മൾ വരാലുണ്ട്. അപ്പോൾ വരാനെ പിടിക്കാനായിട്ട് നമ്മൾ വന്നതാണ്, വെളുപ്പിന് വന്നതാണ്. അപ്പം രാവിലെ മോട്ടറൊക്കെ അടിച്ച് പറ്റിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ്റെ സുഹൃത്തുക്കൂടെ അവിടെ വല വെച്ചേക്കാണ്. വല വെച്ച് അവരവിടെ നിന്ന് തപ്പി വരുന്ന കാരണം ഈ പറക്കുഴിയിലെത്തുമ്പോഴേ നമുക്ക് മീനുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ ഇനി വെയിറ്റ് ചെയ്യാണ്. ചാലൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട്. അവരവിടെ നിന്ന് വരുമ്പോഴേ അവർക്ക് എന്ത് കിട്ടിയെന്ന് അറിയത്തുള്ളൂ. ഒരു വലയോടെ വെച്ചിട്ടുണ്ട്. ആണ്ടോ ഇവിടെ പുറോട്ട് പോകുന്നു ചെറു വരാൽ. ആ മുള്ളിനകത്തോട്ട് വരാൽ ഓടി. ആ കുറ്റിയുടെ നേരെ താഴെ. ആണ്ടോ മുന്നോട്ട് കയറിയുണ്ടോ? ആ നോക്കി അങ്ങേറ്റം വരെ നോക്കി വെച്ചാ. അയ്യോ, വരാലൊന്നും ഇല്ലേ? ഫ്രണ്ട്സ്, നമ്മുടെ പാടത്തിൻ്റെ ചാല് രാവിലെ പറ്റി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വെളുപ്പിനെ വന്നതാണ് മീൻ നോക്കാനായിട്ട്. മീൻ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും വളരെ കുറച്ച് കുറുവയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ സുഹൃത്തുക്കളാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. പാടം നല്ലപോലെ കൊയ്യാൻ പരുവായിരിക്കുകയാണ്. അപ്പം പാടത്തിൽ വെള്ളം നല്ലപോലെ പറ്റിക്കുകയാണ്. പറ്റി വന്നുകൊണ്ട് ചാലൊക്കെ നല്ല പറ്റിക്കിടക്കുകയാണ്. പക്ഷേ അധികം മീൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഒറ്റാൽ വെച്ച് ഒറ്റി നോക്കുകയാണ്. സിലോപ്പി ഒന്നും ഇല്ലല്ലേ? കുറുവാപ്പറല്ലോ എന്താ കിടക്കുന്നത് വലക്കകത്ത്? വല കാണിച്ച്. ഓ, കുറുവാപ്പറല്ലേ? ആരെല്ലാം ഇറങ്ങിയ ലക്ഷണം ഉണ്ടോ? അത് അപ്പോൾ വല മുന്നിൽ വെച്ചിട്ടാണ് ഈ വെട്ടുന്നത്. എന്തെങ്കിലും ഉണ്ടെ വലക്കകത്ത് കയറും. ഇത് തൂമ്പുകുഴിയാണ്, കണ്ടത്തിൽ നിന്ന് വരുന്നൊരു തൂമ്പുകുഴിയാണ്. തൂമ്പുകുഴിക്കകത്ത് നിന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു സൈഡിൽ കൂടെ ഒരെണ്ണം പോയി. വല സൈഡ് ചേർത്ത് വെക്കാമായിരുന്നല്ലോ. ആ പോയിട്ടില്ല കേട്ടോ, അവിടെ അവിടെ പോകേണ്ടത്. ഇതാ വല സൈഡൊന്ന് ചേർത്ത് വെച്ച് രണ്ട് ആ ഇതുണ്ടോ? അല്ല ഈ നിൽക്കുന്ന ഇല ഉണ്ടോ? ഇതിൻ്റെ താഴെ നിൽപ്പുണ്ട്. മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അവിടെ വല വെച്ചാൽ മതി. ഒരു വരാലുണ്ടായിരുന്നു, മുന്നോട്ട് പോയി. ഈ സൈഡിൽ കൂടെ പോയി. വല വലിച്ചു പൊക്കുകയാണ്. വലയ്ക്കകത്തൊന്നുള്ള ലക്ഷണമില്ല. അവിടെ എന്താ കുറുവാന്നാണ് തോന്നുന്നത്. ഏറിയ വലയാണത്.
ഇന്നത്തും കുറുവയാണ് കൂടുതലും. നമ്മുടെ വലയ്ക്കകത്തധികം മീൻ കാണിക്കുന്നില്ല, കൂടുതലും കുറുവാപ്പറലാണ്. ഇതെടുക്കുന്നുണ്ടോ കുറുവ? ആ കുറച്ചെടുക്കാം. കിലോക്ക് വരുമ്പോൾ 10 കിലോക്ക് ഇല്ലേ? അതുകൊള്ളാണ്. ഇത് ഇന്നലെ കിട്ടി 2 കിലോ. ഒരു നല്ല വരാലുണ്ട് കേട്ടോ. ഇത്ര വരാലല്ല നമ്മൾ പ്രതീക്ഷിച്ച്. വരാൽ വെള്ളം പറ്റിയത് വരാൽ കാണുമ്പോൾ ഈ കുറുവ എല്ലാം കിടന്നു കൂടി മുഴുത്ത വെച്ചെടുക്കും. അത് വേണ്ടി എടുത്താൽ മതി. അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് മീനില്ലെന്ന് പറയില്ല. ഇത് ഇങ്ങോട്ടൊന്ന് വില വെക്കാമെങ്കിൽ വലയ്ക്കകത്ത് കിട്ടും. എന്നാൽ ഈ മോട്ടടിച്ചപ്പോൾ മേലോട്ട് അങ്ങ് നിറച്ചങ്ങ് പോയോ? മേലോട്ട് കയറിപ്പോയോ? ഒരു വരാറുണ്ടായിരുന്നല്ലേ, നല്ല വരാൽ. ഇന്നലെ വെള്ളം കിടന്നിട്ട് 3-4 കിലോ വരാതി. ആ അല്ലെങ്കിൽ പിടിച്ചോളാം. ഇല്ല 12 വരെ ആയപ്പോൾ ഞാൻ എവിടെയും പോകാം. 3-4 പ്രാവശ്യം കുടിക്കാൻ. അതുകൊണ്ട് ഇത്ര രാവിലെ നേരത്തെ പറ്റി. ഇത് എടുത്ത് തയ്യാർ കൊടുക്കാനല്ലേ? ഇതെടുത്തിട്ട് കൊടുക്കണം. ഞാൻ കാരണം കറി കിടക്കാൻ തിരുവപ്പിയെങ്കിലും. പക്ഷെ പറക്കുഴിയോട് ചേർന്ന വല്ലതും കാണുമോ? അതിൽ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കാം. ആ അതേ നടക്കത്തു. ഉണ്ടെങ്കിൽ വലിഞ്ഞ് അവിടെ ചെന്ന് നിൽക്കും. ഓടിച്ചിട്ട് മതിയോ? അതോ അതാ ഓടിക്കും. ഓടി അല്ല വലയൊക്കെ വൃത്തിയാക്കിയിട്ട് ഓടിച്ചിട്ടുണ്ട്. ആ മതി. ചെറിയ കീറലൊക്കെ ഉണ്ട്. അതാ വല റെഡിയാക്കിയിട്ട് മതി. അല്ല വല ഇടാനായിട്ട് പാടുള്ളൂ. അല്ല ഇത് കറിക്കോട്ട് കയറി കുടഞ്ഞു കളഞ്ഞാലോ? ഇതുമായിട്ട് കറിക്കോട്ട് പോകണ്ട. അല്ലെന്ന് ഇവിടെ ഇട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കറിക്ക് കയറുന്ന കാര്യം പറഞ്ഞു. അപ്പം മുഴുത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. പാത്തും പതിനും തൂമ്പ് കിടക്കുന്നത് ഇതിനു വേണ്ടിയാണ്. കിട്ടുന്ന സാമാനം ഇല്ല. രണ്ട് കിലോളം കുറുവ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ വരാലോ ഒന്നും അധികം കാണിച്ചില്ല. ഇനി ഒരു വലയോടെ നമുക്ക് വെച്ച് നോക്കാം പുറവശത്ത്. ഞാൻ അങ്ങേറ്റം വല്ല ഒന്നുകൂടി നോക്കിത്തരാം. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.